സ്മാർട്ട് ഫോൺ ഇന്ന് ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അതുകൊണ്ട് തന്നെ റിപ്പയറിങ്ങിന് വരുന്ന അവരുടെ ഡാറ്റ വളരെ രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ്. ബ്രിട്കോ പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളെ ഇതിന് പ്രതിജ്ഞാബദ്ധരാക്കുന്നു. ബ്രിട്കോ ഓത്ത് ടേക്കിംഗ് ചടങ്ങിന് നേതൃത്വം നൽകാൻ ബ്രിട്കോ ആൻഡ് ബ്രിട്കോ ചെയർമാൻ ശ്രീ ഹംസ അഞ്ചുമുക്കിലിനെ സാദരം ക്ഷണിക്കുന്നു. ബ്രിട്കോണിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലാണ് നമ്മൾ ഇന്ന്. 1998 ആരംഭം കുറിച്ച ഈ ബ്രിട്കോ 23 വർഷം പിന്നിട്ടു. ഏതാനും വർഷങ്ങളായി ഈ ഒരു ഓത്ത് സത്യപ്രതിജ്ഞ എല്ലാ വർഷവും ഓരോ വിദ്യാർത്ഥിയും തൻ്റെ പഠനം കഴിഞ്ഞിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും നെഞ്ചിലേറ്റി ചൊല്ലുന്ന ഒരു പ്രതിജ്ഞ ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ഇത് എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകാനുള്ളതാണ്. നിങ്ങൾക്കും ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ഈ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനുള്ള ഒരു വീഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനെല്ലാവരും സാക്ഷികളാകാൻ പോകുന്ന ഒരു വലിയ സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ. ഈ സത്യപ്രതിജ്ഞ ഈ സ്ഥാപനത്തിലേക്ക് ഡിസൈൻ ചെയ്ത് തന്നത്, ഇങ്ങനൊരു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ എഴുതി തന്നത്, ഞാനൊക്കെ എൻ്റെ ഗുരുതുല്യം സ്നേഹിക്കുന്ന ഒരു പിതാവിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന, നിങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിചയമുള്ള പ്രകാശ് പി നായർ എന്ന നമ്മുടെ അന്ന് AM എന്നറിയപ്പെടുന്ന, പിന്നെ GM ആയിട്ട് നമ്മിൽ നിന്നും താൽക്കാലികമായി മാറി നിന്ന, ഇന്നും കമ്പനിയോടൊപ്പമുള്ള എൻ്റെ പ്രിയ ഗുരുവിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് സാർ. പ്രകാശ് പി നായർ ഞങ്ങളുടെ എല്ലാമാണ്. ഒരു പ്രൊഫഷണലായ ഒരു സ്ഥാപനത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എന്നെയും മുത്തുവിനെയും പഠിപ്പിച്ചു തന്ന അദ്ദേഹത്തെ തന്നെയാണ് ഈ ഓത്തിന് അർഹത എന്ന് എനിക്കറിയാം. കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും അദ്ദേഹം തന്നെയായിരുന്നു ഈ ഓത്ത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തത്. ഇന്ന് വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിനും ഞങ്ങളോടൊപ്പം ഇന്നും ഇനി എന്നും ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ഈ സമയത്തും ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്. സാറിൻ്റെയും മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. മറക്കില്ല, താങ്കളാണ് ഈ വരികൾ കുറിച്ച് തന്നിട്ടുള്ളത്. ഇതിലെ ഓരോ വരികളും വായിക്കുമ്പോഴും ഓർക്കണം, നമ്മുടെ പ്രകാശ് പി നായരെയും നിങ്ങൾ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ആ വരികൾ ഞാനിവിടെ ചൊല്ലാൻ പോവാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എണീറ്റ് നിൽക്കണം. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും എണീറ്റ് നിൽക്കണം. സാർ, നമ്മൾ ഇതുവരെ കഴിഞ്ഞ തവണ നമ്മളിത് ചൊല്ലിയത് കൈ ഒന്ന് തലയിൽ വെച്ചിട്ടും ഒരു കൈ നെഞ്ചിൽ വെച്ചിട്ടുമാണ്. അതിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളുടെ വിത്ത് യുവർ പെർമിഷൻ. സാധാരണ നമ്മൾ പ്രതിജ്ഞ ചൊല്ലുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ, അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ തുടങ്ങിക്കോട്ടെ സാർ ഞാൻ. അപ്പോൾ ആദ്യമായി നിങ്ങളുടെ വലത് കൈ ഇങ്ങനെ മുന്നോട്ട് പിടിക്കുക. പിന്നെ ഇടത് കൈ നെഞ്ചോട്ട് ചാർത്തിങ്ങോട്ട് പിടിക്കുക. ഇത് ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ മാർഗങ്ങൾ രേഖപ്പെടുത്താൻ പോവുകയാണ്. ചാനലുകളും മറ്റുമൊക്കെ ഇത് ഇനി മറ്റുള്ളവർക്ക് പകരാൻ പോവുകയാണ്. വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ കൈ മുന്നോട്ട് വെച്ചു. ഇടത് കൈ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇനി 100% നിങ്ങൾ കണ്ണടയ്ക്കണം. സാർ, ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ ധ്യാനിക്കാം, പടച്ച തമ്പുരാനെ ധ്യാനിക്കാം, ഓർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറയാറുള്ളത്, പ്രിയപ്പെട്ട നിങ്ങളെയൊക്കെ പോറ്റി വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളെ തന്നെ ഓർക്കുക. ഇവിടെ നേരത്തെ പ്രഭാഷണത്തിലും അതാണ്. അപ്പം ഞാൻ ഈ ചൊല്ലാൻ പോകണം. കണ്ണുമടച്ച് ഞാൻ ഈ ചൊല്ലുന്നത് ഏറ്റു ചൊല്ലുക. ഒരു ബ്രിട്കോ ആൻഡ് ബ്രിട്കോ അംഗമെന്ന നിലയിൽ, ഒരു ബ്രിട്കോ ആൻഡ് ബ്രിട്കോ അംഗമെന്ന നിലയിൽ ഞാൻ സുതാര്യതയും നീതിയും മൂല്യങ്ങളും മുറുകെ പിടിക്കുമെന്നും നിയമപരമായ കടമകൾ പാലിക്കുമെന്നും എന്നെ വിശ്വസിക്കുന്ന ഉപഭോക്താവിൻ്റെ സ്വകാര്യതയെ സൂക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും താൽപ്പര്യങ്ങൾ സൂക്ഷിക്കുമെന്നും പാരിസ്ഥിതിക സൗഹൃദ ലോകത്തിനു വേണ്ടി പരിശ്രമത്തിൽ പങ്കാളികളാകുമെന്നും
ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു, ഇത് സത്യം. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ നമ്മൾ നെഞ്ചിലേറ്റി ഈ ഒരു വാക്യം പറയാൻ മാത്രമല്ല, അത് ജീവിതത്തിൽ പകർത്താൻ കൂടിയാണ് സാർ. നമ്മുടെ ഓരോ കുട്ടികളും നാളെ ഇതുപോലുള്ള സംരംഭം തുടങ്ങാൻ പോവണം. അവിടെ വളരെ മൂല്യവത്തായ ഇൻഫർമേഷൻ, ഡാറ്റകൾ നിങ്ങളുടെ കയ്യിൽ പല ആളുകളും കൊണ്ടുതരും. എന്തിൻ്റെ പേരിലായിരിക്കും നിങ്ങളുടെ കയ്യിൽ അത് ഏൽപ്പിക്കുന്നത്? ഇപ്പോൾ പെട്ടിക്കൂടോ കോണിക്കൂടിൻ്റെ ഉള്ളിലോ തട്ടിക്കൂട്ടിയ സർവീസ് സെൻ്ററിലേക്ക് വിലപിടിപ്പുള്ള ഡാറ്റകൾ കൊണ്ടു തരാറില്ല. പിന്നെ എന്തുകൊണ്ട് ബ്രിഡ്കോ എന്ന് പറയുന്ന പ്രൊഫഷണലായ കോഴ്സ് ചെയ്ത് ഇങ്ങനെ നിങ്ങളൊരു എഞ്ചിനീയർ ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഈ സ്ഥാപനത്തിലോടുള്ള വിശ്വാസം, അത് നിങ്ങളുടെ വിശ്വാസമാണ്. അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം. ഒരാളുടെ ചിത്രം പോലും, ഒരു രേഖ പോലും, അതിൻ്റെ ഒരു പുള്ളിക്കോമ പോലും നിങ്ങൾ എടുക്കരുതേ. അത് തമാശക്ക് പോലും എടുക്കരുതേ. അദ്ദേഹത്തിന് അത് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ ആ സത്യസന്ധത കാണിക്കണമെന്നാണ് ഈ സത്യപ്രതിജ്ഞയിൽ ഇവിടെ നമ്മൾ ചൊല്ലി ഉറപ്പുവെച്ചിട്ടുള്ളത്. അത് ജീവിതത്തിൽ പകർത്തുക. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലൊരു വേദിയിൽ കണ്ടുമുട്ടാൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ.